മിഡിൽ ഈസ്റ്റിൽ നിന്നും സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെപ്പറ്റി ഓരോ ദിവസവും ഇങ്ങനെ അതിനെപ്പറ്റിയുള്ള വീഡിയോകൾ ചെയ്യും, അപ്ഡേറ്റുകൾ ചെയ്യും. നിരന്തരമായി ഞാൻ അതിനെപ്പറ്റി സംസാരിക്കാറുണ്ട്. ഇപ്പോൾ ചില ആളുകൾ ഗൾഫ് രാജ്യങ്ങളിലുള്ള ആളുകളൊക്കെ അതുമായി ബന്ധപ്പെട്ട് പേഴ്സണലായി ബന്ധപ്പെട്ട് ചില സംശയങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ചില ആ, ഇടങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സോഴ്സ് അനുസരിച്ചുള്ള വിവരങ്ങൾ നമ്മൾ അതിനെ മനസ്സിലാക്കുന്ന രീതിയും വെച്ചാണ് പല കാര്യങ്ങളും പറയുന്നുള്ളത്. അപ്പോൾ അമേരിക്ക ഏത് നിമിഷം ഇറാൻ ആക്രമിക്കും, അല്ലെങ്കിൽ ഇറാൻ ഏത് രീതിയിൽ പ്രതിരോധിക്കും, മറ്റുള്ള രാജ്യങ്ങളുടെ നിലപാട് എന്തായിരിക്കും, ഇങ്ങനെ പല രീതിയിലുള്ള തിയറീസ് ഓരോരുത്തരായി അവതരിപ്പിക്കുന്നുണ്ട്, ഓരോരുത്തരുടെ കാഴ്ചപ്പാടുകൾക്കനുസരിച്ച്. ഇവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അമേരിക്ക എന്നത് ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയും സാമ്പത്തിക ശക്തിയും ആയുധ ശക്തിയും ഇതൊക്കെ പിൻബലമുള്ള ഒരു സാമ്രാജ്യത്വ ശക്തിയാണ്. അതൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യങ്ങളിൽ നിന്നുകൊണ്ട് തന്നെയാണ് നമ്മൾ സംസാരിക്കേണ്ടത്. മറ്റൊരു ഭാഗത്ത് ഇറാൻ എന്നുള്ളത് സാമ്പത്തികമായ അത്ര വലിയ ശക്തിയല്ല. അമേരിക്ക പോലെയുള്ള ഇത്തരം അത്യാധുനിക യുദ്ധ സാമഗ്രികളില്ല. പിന്നീട് ഇറാൻ എന്നുള്ളത് സാമ്പത്തികമായ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന രാജ്യങ്ങളാണ്. അവരെ സഹായിക്കാൻ ഇന്ന് ലോകത്തെ വൻ ശക്തികളൊന്നും തയ്യാറായെന്ന് വരില്ല. അങ്ങനെയുള്ള ഒരു രാജ്യമാണ് ഇറാൻ എന്നുള്ളത്. പക്ഷേ എങ്കിലും അമേരിക്കയ്ക്ക് ഏറ്റവും തലവേദന ഉണ്ടാക്കുന്ന രാജ്യം തന്നെയാണ് ഇറാൻ. ഇതാണ് ഇതിന്റെ വസ്തുത എന്നുള്ളത്. പിന്നീട് അമേരിക്ക അവരുടെ ഏറ്റവും നൂതനമായ യുദ്ധക്കപ്പലുകൾ ഈ പേർഷ്യൻ കടലിലേക്ക് കൊണ്ടുവന്നു. അവിടെ അത് നങ്കൂരമിട്ടിരിക്കുകയാണ്. അതിൻ്റെ ബാത്റൂം സംവിധാനങ്ങൾ തകരാറിലായിട്ട് അതുപോലും നന്നാക്കാൻ കഴിയാതെ അതിലുള്ള ഇവരുടെ മിലിറ്ററി സന്നാഹങ്ങൾ, മിലിറ്ററി ഉദ്യോഗസ്ഥർ ബുദ്ധിമുട്ടുകയാണ്. അവർ പുറത്തു പോകാൻ ബോട്ടിലൊക്കെ ആണ് പുറത്തു പോയി കാര്യം സാധിക്കുന്നത് എന്നാണ് പറയുന്നത്. അതിൻ്റെ കുറേ ട്രോളുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇവർ കപ്പലുകൾ ഉണ്ടെങ്കിലും അതിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്താനുള്ള ഒരു സാഹചര്യമില്ല. അത് കുറച്ച് ദൂരം സഞ്ചരിക്കണമെങ്കിൽ പോലും എത്രയോ പണം ചെലവ് അവരെ സംബന്ധിച്ചിടത്തോളം. ഇറാൻ ഇതിനെ പ്രതിരോധിക്കാൻ ഉണ്ടാക്കുന്ന ബോട്ടുകൾ, അല്ലെങ്കിൽ അവരുടെ ഈ നാവിക സംവിധാനം എന്നുള്ളത് അത് വളരെ ചുരുങ്ങിയ ചെലവിൽ ഉണ്ടാക്കിയതാണ്. പക്ഷെ അവരുടെ തന്ത്രങ്ങൾ എന്നുള്ളത് ഈ ഹോർമിസ് കടലിടുക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ മേഖലകളെ അവരാണ് നിയന്ത്രിക്കുന്നത്. അതിൻ്റെതായ സ്വാധീനം അവർക്കുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു വസ്തുത എന്നുള്ളത്. അമേരിക്ക എന്തുകൊണ്ട് ഇറാനെ ലക്ഷ്യം വെക്കുന്നു എന്ന് ചോദിച്ചാൽ അത് ഇസ്രായേലിന് വേണ്ടിയാണ്. ഇസ്രായേൽ അവരുടെ ഭീഷണിയായി കാണുന്ന പ്രാഥമികമായ രാജ്യം ഇറാനാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ? കഴിഞ്ഞ തൂഫാൻ ലക്സയുമായി ബന്ധപ്പെട്ട സംഘർഷങ്ങൾ ഉണ്ടാകുന്നു. ഫലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള വിഷയങ്ങൾ ഉണ്ടാകുന്നു. തൂഫാൻ ലക്സയ്ക്ക് ശേഷം ഗസയിൽ വളരെ വലിയ, ലോകം ഇന്ന് കണ്ട ഏറ്റവും വലിയ ഒരു വംശഹത്യ ഇസ്രായേൽ നടത്തുന്നു. ലോകമെങ്ങും അതിനെതിരെ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നെങ്കിൽ പോലും ഒരു രാജ്യവും ഇതിനെ നേരിടാൻ തയ്യാറാവുന്നില്ല. ഫലസ്തീൻ പോരാട്ട പ്രസ്ഥാനങ്ങൾ, ഹമാസും ഇസ്ലാമിക് ജിഹാദ് അടക്കമുള്ള പോരാട്ട പ്രസ്ഥാനങ്ങൾ, ലെബനനിലുള്ള ഹിസ്ബുള്ള, ഇവരൊക്കെ ഈ തൂഫാൻ ലക്സയ്ക്ക് ശേഷം ഈ പോരാട്ട മുഖത്ത് സജീവമാണ്. അവർ പിന്തുണക്കുന്ന ഏക ലോകത്തിലുള്ള രാഷ്ട്രം എന്നുള്ള നിലക്ക് എല്ലാവിധ പിന്തുണയും, അത് കേവലമായ രാഷ്ട്രീയ പിന്തുണ മാത്രമല്ല, തങ്ങളുടേതായ എല്ലാ സംവിധാനവും ഉപയോഗിച്ചുകൊണ്ടുള്ള പിന്തുണ. ഈ ലെബനിലെ ഹിസ്ബുള്ളയ്ക്കൊക്കെ സൈനിക പരിശീലനമൊക്കെ നൽകുന്നത് ഇറാനിലെ IRGC ആണ്. അത് അറിയാവുന്ന കാര്യമാണ്. അങ്ങനെ എല്ലാവിധ പിന്തുണയും നൽകുന്ന ഒരു രാഷ്ട്രമാണ് ഇറാൻ. ഇറാൻ എന്നുള്ള രാഷ്ട്രം അതുമാത്രമല്ല, ഈ മിഡിൽ ഈസ്റ്റിലെ മറ്റു മുസ്ലിം രാജ്യങ്ങൾ, സുന്നി രാജ്യങ്ങൾ എന്ന് പറയപ്പെടുന്ന രാഷ്ട്രങ്ങൾ, അവർ യഹ്യ സിൻവറിനെയോ അല്ലെങ്കിൽ ഇസ്മായിൽ ഹനിയെയോ ഹമാസിനെയോ ഒന്നും അംഗീകരിക്കാൻ തയ്യാറല്ല. അവരുമായിട്ട് ബന്ധമില്ല, അവരുമായിട്ട് ബന്ധപ്പെടാൻ തയ്യാറല്ല. ഫലസ്തീനിയൻ വിമോചന പോരാട്ടത്തെ ഏതെങ്കിലും രീതിയിൽ പിന്തുണക്കുന്നവരല്ല. അവരൊക്കെ ഈ രീതിയിൽ മാറി നിൽക്കുന്നവരാണ്. പക്ഷെ അപ്പോൾ പോലും ഇറാൻ ഒരു നിലക്കും ഒരു വിട്ടുവീഴ്ചയും തയ്യാറല്ല. അവരുടെ പ്രഖ്യാപനം എന്നുള്ളത് ഫലസ്തീൻ്റെ സ്വതന്ത്രം എന്നുള്ളതാണ്. ഇസ്രായേൽ എന്നുള്ളത് അധിനിവേശ ശക്തി എന്നാണ് അവർ വിശേഷിപ്പിക്കുന്നത്. ഇസ്രായേലിനെ ഒരു രാജ്യമായിട്ട് പോലും അവർ കണക്കാക്കുന്നില്ല. ഫലസ്തീൻ്റെ സമ്പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യം മാത്രമാണ് അവരുടെ ഫണ്ടമെന്റൽ, അതായത് അവരുടെ ഭരണഘടനയിൽ തന്നെ എഴുതിയിട്ടുള്ള കാര്യങ്ങൾ. അതുകൂടാതെ ഷിയായിസവുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യമാണ്. ഷിയായിസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ ഷിയായിസത്തിന്റെ ഫണ്ടമെന്റലിസത്തിൽ പെട്ട കാര്യങ്ങളാണ് അടിച്ചമർത്തപ്പെടുന്ന ജനവിഭാഗത്തിന് വേണ്ടി അവരുടെ കൂടെ നിൽക്കുക എന്നുള്ളത്. അവരുടെ ഫണ്ടമെന്റലിസത്തിന്റെ ഭാഗമാണ്. അങ്ങനെ ഒരു ആശയധാരയുള്ള ഒരു വിഭാഗമാണ് നിലവിൽ ഇറാനിയൻ ഭരണകൂടം എന്നുള്ളത്. ആ പ്രത്യയശാസ്ത്രം ഉൾക്കൊള്ളുന്നത് കൊണ്ട് തന്നെ
അവർ ഒരു നിലക്കും ഈ ഈ ഫലസ്തീൻ വിമോചന പോരാട്ടത്തെ ഒറ്റിക്കൊടുക്കാനോ അല്ലെങ്കിൽ ഫലസ്തീൻ വിമോചന പോരാട്ടത്തെ തള്ളിപ്പറയാനോ തയ്യാറല്ല. ഫലസ്തീൻ എന്നുള്ളത് സ്വാതന്ത്ര്യ പോരാട്ടം നടക്കുന്ന രാജ്യമായിട്ടാണ് അവർ വിശേഷിപ്പിക്കുന്നത്. മറ്റൊന്ന്, ഈ ലോകത്തുള്ള മുഴുവൻ അടിച്ചമർത്തപ്പെട്ട വിഭാഗങ്ങൾക്കും വേണ്ടി ഇറാൻ ശബ്ദിക്കുന്നു എന്നുള്ളതാണ്. ഈ അടിച്ചമർത്തപ്പെടുന്ന വിഭാഗങ്ങളൊക്കെ മുസ്ലിം വിഭാഗത്തിലെയോ അല്ലെങ്കിൽ മറ്റുള്ള ന്യൂനപക്ഷങ്ങളെയോ ഒക്കെ ആക്കാം. ഓരോ രാജ്യത്തും വ്യത്യസ്തമായ കാരണങ്ങളാകാം. പക്ഷെ അവരെയൊക്കെ ഇറാൻ അവരുടെ കൂടെ നിൽക്കാൻ എല്ലാ സമയത്തും തയ്യാറാവും. ഇവരുടെ ആരെയാണ് അടിച്ചമർത്തുന്നത്? ഇവരെ അടിച്ചമർത്താൻ ആരാണ് സഹായിക്കുന്നത്? ആ അടിച്ചമർത്താൻ സഹായിക്കുന്നത് സാമ്രാജ്യത്വമാണ്, അമേരിക്കൻ സയനിസ്റ്റ് ലോബിയാണ്. അങ്ങനെയാണ് ലോകത്തെ എല്ലായിടത്തും കാര്യങ്ങൾ നടക്കുന്നുള്ളത്. ഇതാണ് ഇതിൻ്റെ ഒരു വസ്തുത. ഇനി അമേരിക്ക ഇറാനെ ആക്രമിച്ചാൽ ഇറാൻ എന്ത് സംഭവിക്കും? ഇറാൻ അവരുടേതായ രീതിയിൽ പ്രതിരോധിക്കും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. ഇറാനെ പിന്തുണക്കാൻ ആരൊക്കെ തയ്യാറാവും? അത് ഇറാഖിലെ റെസിസ്റ്റൻസ് ഗ്രൂപ്പ് ഉണ്ടാവും. നേരത്തെ ഗസയെ പിന്തുണക്കാൻ തയ്യാറായ യമനിലെ അൻസാറുള്ള ഹൂത്തികൾ ഉണ്ടാവും. മറ്റു ലെബനനിലെ ഇവിടെയൊക്കെയുള്ള ഈ പ്രതിരോധ പ്രസ്ഥാനങ്ങളൊക്കെ അതിന് തയ്യാറാവും. ലോകത്താകമാനമുള്ള ഷിയ മൂവ്മെന്റ് ഇതിനെ പിന്തുണക്കും. അവരുടേതായ രീതിയിലുള്ള പ്രതിരോധങ്ങൾ നടപ്പിലാക്കും. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. കരയാക്രമണം നടത്താൻ അമേരിക്കക്ക് സാധ്യമാണ്? ഒരിക്കലും സാധ്യമല്ല. ഇറാൻ എന്നുള്ള വലിയ രാജ്യത്തിനകത്ത് ചെന്നുകൊണ്ട് കരയാക്രമണം നടത്തി ആ രാജ്യത്തെ ഭരണം അട്ടിമറിച്ചുകൊണ്ട് പിടിച്ചടക്കി മറ്റൊരു രാഷ്ട്രം സ്ഥാപിക്കാനൊന്നും എളുപ്പത്തിൽ പറ്റാവുന്ന കാര്യമല്ല. പിന്നീട് എന്താണ് പറ്റുക? ഭീഷണിപ്പെടുത്തി തങ്ങളുടെ അധീനതയിൽ കൊണ്ടുവരിക എന്നതാണ്. ഇതാണ് അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ അബ്രഹാം കപ്പലും മറ്റു അത്യാധുനിക കപ്പലും അവരുടെ സംവിധാനങ്ങളും യുദ്ധവിമാനങ്ങളൊക്കെ വന്ന് ഇവരുടെ ചുറ്റും വളഞ്ഞു വെച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തുകയാണ്. കരാറുമായി വരൂ, നിങ്ങളുടെ പരിപാടികൾ അവസാനിപ്പിക്കൂ, ആയുധ നിർമ്മാണം അവസാനിപ്പിക്കൂ, മിസൈൽ നിർമ്മാണം അവസാനിപ്പിക്കൂ, ഞങ്ങൾ പറയുന്നത് പോലെ അനുസരിക്കൂ എന്നതാണ് ഈ പറയുന്നതിൻ്റെ ഉള്ളടക്കം എന്നുള്ളത്. അത് നടക്കുന്ന കാര്യമല്ല. ഇറാൻ എന്നുള്ളത് ചർച്ചയ്ക്ക് തയ്യാറാണ്. പക്ഷേ ധാർഷ്ട്യത്തോടു കൂടി ഇങ്ങനെ ചെയ്യുമെന്നും അങ്ങനെ ചെയ്യുമെന്നൊക്കെ പറഞ്ഞാൽ അതനുസരിക്കാൻ തയ്യാറല്ല. അവരെ സംബന്ധിച്ചിടത്തോളം അലി ഖൊമൈനി എന്നുള്ള അവരുടെ പരമോന്നത നേതാവ്, ഇറാന്റെ അവസാനവാദി, അദ്ദേഹം ഇത്തരം ഒരുപാട് ഉപരോധങ്ങളെയും ഈ പ്രതിസന്ധികളെയും ഈ പോരാട്ടങ്ങളെയും ഒക്കെ കണ്ടു വളർന്നയാളാണ്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് അദ്ദേഹം ഇപ്പോൾ ഈ പരമോന്നത സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത്, പരമോന്നത പദവിയിൽ എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആ ഒരു ഇച്ഛാശക്തി എന്നുള്ളത് ലോകത്ത് ഇന്നും ഒരു ഭരണാധികാരിയും കാണിക്കാത്ത ഇച്ഛാശക്തിയാണ് ഫലസ്തീന്റെ കാര്യത്തിൽ, ഇറാഖിന്റെ കാര്യത്തിൽ നിലവിൽ നടക്കുന്ന പ്രശ്നങ്ങളിൽ. അതായത് അമേരിക്ക ചുറ്റും അവരുടെ യുദ്ധവിമാനങ്ങൾ കൊണ്ടുവരുന്നു, കപ്പലുകൾ കൊണ്ടുവരുന്നു, മറ്റുള്ള എല്ലാ സാമഗ്രികളും കൊണ്ടുവന്നുകൊണ്ട് ഞങ്ങൾ ഇത് ആക്രമിക്കാൻ പോകുന്നു എന്ന് പറയുകയാണ്. ലോകത്ത് ഇച്ഛാശക്തി എന്നുള്ളത് കാണിച്ചു കൊടുത്ത രാജ്യമാണ് നിലവിൽ ഇറാൻ. അവിടുത്തെ ഭരണാധികാരി അലി ഖൊമൈനി ഇറാനിൽ എന്തൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെ ഓപ്പറേഷൻ ഇസ്രായേൽ ചെയ്തു, എന്തൊക്കെ അതിക്രമങ്ങൾ ചെയ്തു, അവിടുത്തെ സൈനിക തലവന്മാരെ, അവിടുത്തെ ആണവ ശാസ്ത്രജ്ഞരെ, ഇവരെയൊക്കെ അവിടെ നടത്തി തീവ്രവാദ ആക്രമണത്തിലുള്ള കൊലപ്പെടുത്തുകയല്ലേ ചെയ്തിട്ടുള്ളത്. അതൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ലോകത്ത് ഇന്ന് ഏത് രാജ്യത്തിന് അങ്ങനെ പറയാൻ കഴിയും? അമേരിക്കയുടെ സൈനിക സന്നാഹങ്ങളും വന്ന് തന്റെ തലക്കുമീതെ നിന്നുകൊണ്ട് ഇപ്പോൾ ആക്രമിക്കാൻ പോകുന്നു എന്ന് ഭീഷണിപ്പെടുത്തി നിൽക്കുമ്പോഴും പ്രശ്നമേ അല്ല എങ്കിൽ ഞങ്ങൾ പ്രതിരോധിക്കും, അമേരിക്കയുടെ ശവപ്പറമ്പാക്കി ഇത് മാറ്റുമെന്നാണ്, അമേരിക്കൻ സൈനികരുടെ ശവപ്പറമ്പായിട്ട് ഞങ്ങളുടെ കടൽ തീരങ്ങൾ മാറ്റുമെന്നാണ് അദ്ദേഹം പ്രഖ്യാപിക്കുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ആരോഗ്യനില മുതൽ അദ്ദേഹത്തിന്റെ പ്രായം മുതലുള്ള സർവ്വകാര്യങ്ങളും വരുന്നുണ്ട്. പക്ഷെ അതൊന്നും വിഷയമേ അല്ല. നിശ്ചയദാർഢ്യവും ഇച്ഛാശക്തിയുമാണ് അവിടെ പ്രകടമാവുന്നത്. ഇനി അവിടെ ആക്രമണവും യുദ്ധവും ഉണ്ടായാൽ എന്താണ് സംഭവിക്കുക? എന്തുകൊണ്ടാണ് ഇറാൻ ഈ ഒരു നിലപാട് സ്വീകരിക്കാൻ കഴിയുന്നത്? ഇറാൻ പരമ്പരാഗതമായി ശീലിച്ച ഒരു ശൈലിയുണ്ട്, അവിടുത്തെ സൈനികർ ശീലിച്ച ഒരു ശൈലിയുണ്ട്. നിരന്തരമായി ഇത്തരം പ്രതിസന്ധികളെ അഭിമുഖീകരിച്ച ഒരു രാജ്യമാണത്. അവർ അതിൻ്റെതായ ആശയം, അവരുടെ ആശയ പരിസരം അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അവർ കൃത്യമായിട്ട് അവിടുത്തെ പരമോന്നത നേതാവും അവരുടെ പ്രത്യയശാസ്ത്രം എന്നുള്ളത് രക്തസാക്ഷിത്വത്തിന് വേണ്ടി പോരാടുന്നതാണ്. രക്തസാക്ഷിത്വത്തിന് പോരാടുക എന്നുള്ളത് പറഞ്ഞാൽ മറ്റൊരു ഭാഗത്ത് അമേരിക്ക എന്താണ്? അമേരിക്കയ്ക്ക് സൈനിക താല്പര്യങ്ങളാണുള്ളത്, സാമ്രാജ്യത്വ താല്പര്യങ്ങളാണുള്ളത്, അധിനിവേശം നടത്തി കീഴ്പ്പെടുത്തുക എന്നുള്ളതാണ് അവരുടെ താല്പര്യം. ഇസ്രായേലിനും അത്തരം താല്പര്യങ്ങളാണുള്ളത്. അവരുടെ ലോകക്രമം നിലനിർത്തുക എന്നുള്ളതാണ്. അവർ ഒരിക്കലും നഷ്ടങ്ങൾ സഹിക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ്. അവർ ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്ന മാർഗമേ അവർക്കറിയൂ. അതുകൊണ്ട് അവർ ആക്രമണത്തിന്റെ പാതയെ സ്വീകരിക്കും. അങ്ങനെ ആക്രമണത്തിന്റെ പാത സ്വീകരിക്കുന്ന ഒരു രാജ്യമാണ്. അമേരിക്കൻ സൈനികരോ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം, അമേരിക്കയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന കമ്പനികളോ അല്ലെങ്കിൽ സൈനികരെയോ സംബന്ധിച്ചിടത്തോളം എന്താണ്?
അവരുടെ ജോലിയാണ്. അവർ അതിന് ശമ്പളം വാങ്ങുന്നുണ്ട്. ശമ്പളത്തിനനുസരിച്ചിട്ടുള്ള ജോലിയാണ് ചെയ്യുന്നത്. തിരിച്ചടികൾ ഉണ്ടായാൽ, പ്രതിസന്ധികൾ ഉണ്ടായാൽ ചിത്രം മാറും. നേരത്തെ ഇസ്രായേലിൽ നമ്മൾ കണ്ടതാണ്. തൂഫാൻ ലക്സത്തിന് ശേഷം ഇസ്രായേലിനുണ്ടായ തിരിച്ചടികളിൽ അവിടെ എന്താണ് സംഭവിച്ചതെന്ന്. എന്തിന് ഇറാന്റെ 12 ദിന യുദ്ധത്തിൽ ആക്രമണം അതിരൂക്ഷമായി നടക്കുമ്പോൾ ഇസ്രായേലികൾ ഏത് അവസ്ഥയിലാണെന്നും അവർ കരഞ്ഞു നിലവിളിക്കുന്നതും കരയുന്നതും ഒക്കെ നമ്മൾ നിരന്തരം കണ്ടതാണ്. ഇങ്ങനെയുള്ള ഒരു കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇറാന്റെ സൈനികത്തെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ആശയ പരിസരമുണ്ട്. ആ ആശയ പരിസരം എന്നുള്ളത് പ്രതിഫലത്തിന് വേണ്ടി യുദ്ധം ചെയ്യുക എന്നതല്ല, ശമ്പളം വാങ്ങി പണിയെടുക്കുക എന്നതിനപ്പുറം ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടിയുള്ള തീരുമാനത്തിനനുസരിച്ച് ആശയ പരിസരത്തിനനുസരിച്ചിട്ടുള്ള പോരാട്ടമാണ് അവർ നടത്തുന്നത്. ആ പോരാട്ടത്തിൽ പിന്തുണയേകാൻ വിവിധങ്ങളായ ഗ്രൂപ്പുകൾ, ഉദാഹരണത്തിന് ഇറാഖിലെ കരീത്ത് ഹിസ്ബുള്ള, യമനിലെ അൻസാറുള്ള, ലെബനിലെ ഹിസ്ബുള്ള, ഇങ്ങനെ പലവിധ ഗ്രൂപ്പുകളും ഒരുപാട് ഈ ആശയ പരിസരമുള്ള ആളുകളുണ്ട്. അവരൊക്കെ മരണത്തെ പേടിക്കാത്തവരാണ്. ഇവരും മരണത്തെ പേടിക്കുന്നില്ല. അഥവാ അമേരിക്ക കൊല്ലുമെന്ന് പറഞ്ഞുകൊണ്ട് സംവിധാനങ്ങൾ വന്നുകൊണ്ട് എല്ലാവിധ ആക്രമ പദ്ധതികളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സമ്പൂർണമായിട്ടുള്ള ഒരു യുദ്ധ അന്തരീക്ഷത്തിൽ നിൽക്കുന്നു. ഏതൊരു രാജ്യവും എന്തെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കിക്കൊണ്ട് ഇത് അവസാനിപ്പിച്ച് സ്വയം രക്ഷപ്പെടാം എന്നുള്ള കാര്യത്തിലേക്ക് വരുമ്പോൾ ഒരു നിലക്കും വിട്ടുകൊടുക്കാതെയുള്ള നയസമീപനങ്ങൾ സ്വീകരിക്കാൻ കഴിയുന്നത് ഈ ഇച്ഛാശക്തിയുടെയും നിശ്ചയദാർഢ്യത്തിൻ്റെയും ആശയ പരിസരത്തിൻ്റെയും നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ടുകൂടിയാണ് ഈ പോരാട്ട മുഖത്ത് ഇറാൻ ഇത്രയും ധൈര്യത്തോടെ നിൽക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. മറ്റൊരു കാര്യം എന്നുള്ളത്, ഇനി ഈ പ്രതിസന്ധി എങ്ങനെ മറികടക്കുമെന്ന്. അമേരിക്ക യഥാർത്ഥത്തിൽ ഈ ട്രാപ്പിൽ പെട്ടിരിക്കുകയാണ്. ഈ അർമാഡയും എബ്രഹാം ലിങ്കണും യുദ്ധസാമഗ്രികളും യുദ്ധവിമാനങ്ങളും മറ്റു എല്ലാ ബങ്കർ ബസ്റ്റ് ബോംബുകളൊക്കെ ഇട്ടുകൊണ്ട് ഇറാനെ ഇല്ലാതാക്കാൻ വന്ന് അത്തരം പ്രഖ്യാപനങ്ങൾ നടത്തി എല്ലായിടത്തും സജ്ജീകരണങ്ങൾ ഒരുത്തി നിർന്നിരിക്കുന്ന ഒരു സമയത്ത് അതിനൊന്നും ഒരു വകയും വെക്കാതെ, ഒരു കൂസലുമില്ലാതെ തങ്ങളുടെ പണികൾ എടുത്തുകൊണ്ടിരിക്കുന്ന, തങ്ങളുടെ വഴിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന രാജ്യത്തിന് മുമ്പിൽ ഇനി എന്ത് എന്നതാണ്. അമേരിക്കയുടെ ചരിത്രത്തിൽ ഇത്തരം ഒരു പ്രതിസന്ധി ഇതേവരെ ഉണ്ടായിട്ടില്ല. ഇങ്ങനെയുള്ള ഒരു പ്രതിസന്ധി അമേരിക്ക ഇതിനു മുമ്പ് എവിടെയും നേരിട്ടിട്ടില്ല. എല്ലായിടത്തും എന്താണ്, ചെന്ന് ആക്രമിക്കുക, കീഴ്പ്പെടുക്കുക. നിക്കോളസ് മഡ്യൂറെ വേണ്ടെങ്കിൽ അവിടെ ഒരു ആക്രമണം നടത്തി തൂക്കിയെടുത്ത് കൊണ്ടുവരിക, അമേരിക്കയുടെ ജയിലിൽ അടക്കുക. ഇതായിരുന്നു അമേരിക്കയുടെ ശൈലി എന്നുള്ളത്. അതിൽ അവർക്ക് ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോഴും ഇറാനിലേക്ക് എത്തുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇത് ചെയ്യാൻ പറ്റുന്നില്ല, ആക്രമണം നടത്താൻ കഴിയുന്നില്ല. ഇത് തുടങ്ങിയാൽ എന്താവുമെന്ന് അമേരിക്കക്ക് തന്നെ ഒരു നിശ്ചയമില്ല. ഇസ്രായേലിന് വേണ്ടി ഇത്രയും വലിയ റിസ്കി ഓപ്പറേഷനിൽ ഇറങ്ങണമോ? ഇനി ആക്രമണം തുടങ്ങിയാൽ ഇസ്രായേൽ എന്താവും? ഇസ്രായേലിനെ ഇറാൻ ലക്ഷ്യം വെക്കില്ലേ? അങ്ങനെ ലക്ഷ്യം വെച്ചാൽ ഇസ്രായേലിന്റെ നാനാഭാഗത്തും ഇവരുടെ ഹൈപ്പർസോണിക് സൂപ്പർസോണിക് മിസൈലുകൾ വന്ന് വീഴില്ല. അത് എവിടെയൊക്കെ സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ടെന്ന് ഒരു നിശ്ചയവുമില്ല. ഇറാഖിന്റെ അതിർത്തികളിലും മറ്റുമുള്ള ഇടങ്ങളിലൊക്കെ ഉണ്ട്, അമേരിക്കൻ ബേസ് ക്യാമ്പുകളിൽ ഉണ്ട്. ഇവിടെയൊക്കെ സജ്ജീകരിച്ച് വെച്ചിരിക്കുന്ന ഇവരുടെ, അതായത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാന്റെ ഇത് അവസാനത്തെ പോരാട്ടം എന്നുള്ള നിലക്ക് അവർ ഇതിനെ കാണും. അതായത് ഇറാൻ ബാക്കിയാവുന്നില്ലെങ്കിൽ പോലും ഇസ്രായേലിനെ ഇല്ലാതാക്കും എന്നുള്ള നിലപാട് സ്വീകരിക്കും. അതൊക്കെ അമേരിക്കക്കും അറിയാം, ഇസ്രായേലിനും അറിയാം. എങ്കിലും ഇറാനെ ഒരു കരാറിലേക്കൊക്കെ കൊണ്ടുവന്ന് അവരുടെ ആണവ പദ്ധതികളിൽ നിന്നും പിന്മാറ്റി, അല്ലെങ്കിൽ ഈ മിസൈൽ പദ്ധതികളിൽ നിന്നും അവരെ കൂടുതൽ 2000-ഓ 2500-ഓ കിലോമീറ്ററുകൾ പോകുന്ന മിസൈൽ 300 കിലോമീറ്റർ ആക്കി കുറച്ച്, ഇങ്ങനെയൊക്കെയുള്ള പദ്ധതികളാണ് ആസൂത്രണം ചെയ്യുന്നത്. ഉപരോധം കുറച്ച് തരാമെന്നൊക്കെ അതിനുള്ള ഓപ്ഷനായി പറയുന്നുണ്ട്. പക്ഷെ ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ഇപ്പോഴവര് 1500-2000 കിലോമീറ്റർ ആയുന്ന മിസൈലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, ആക്രമണം നടത്താൻ പറ്റുന്ന മിസൈലാണ്. അത് കുറച്ച് കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് എത്തുന്ന പോലെയുള്ള മിസൈലുകൾ ഇറാൻ ഉണ്ടാക്കും. അത് അപകടകരമാണ്, നമ്മുടെ രാജ്യത്തിന് തന്നെ ഭീഷണിയാണ് എന്നൊക്കെയാണ്. അപ്പോൾ ഇറാനിൽ ഇത്തരം കാര്യങ്ങൾ, ഇത്തരം ടെക്നോളജിക്ക് പരമായ, ഇത്തരം സാങ്കേതികപരമായ ബുദ്ധി വൈഭവത്തോടു കൂടി കൈകാര്യം ചെയ്യേണ്ട അത്യാധുനിക ആയുധങ്ങൾ സ്വന്തം നിലക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന ബുദ്ധിജീവികളും അത്തരം ബുദ്ധി ചിന്താശേഷിയുമുള്ള ആളുകൾ ഇറാനകത്തുണ്ട്. അത്തരം ആണവ ശാസ്ത്രജ്ഞർ മുതൽ ഇത്തരം ശാസ്ത്ര മേഖലയിൽ പ്രവർത്തിക്കുന്ന ഈ ഒരു മിസൈൽ പദ്ധതിയിലൊക്കെ ഉൾപ്പെടുന്ന ഇതിൻ്റെ ഗവേഷകരും അതിനെ ഏറ്റവും ബുദ്ധിപരമായി വൈഭവത്തോടു കൂടി കൈകാര്യം ചെയ്യുന്ന ആളുകൾ ഇറാനിൽ ഇനിയും ഒരുപാടുണ്ട്. അത്തരം ആളുകളെ ഉണ്ടാക്കിയെടുക്കാൻ ഇറാന് കഴിഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രതിസന്ധിയൊക്കെ മറികടക്കണമെങ്കിൽ ഇറാനെ ഒരു കരാറിലേക്ക് കൊണ്ടുവരിക, ഒരു നിശ്ചയമായ ഒരു പരസ്പരമുള്ള കരാറിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു നയത്തിലേക്കാണ് അമേരിക്ക പോകുന്നത്.
അതുകൊണ്ടാണ് ഈ ആക്രമണം ഇപ്പോഴും വൈകിപ്പിക്കുന്നത്. ഇത് തുടങ്ങിയാൽ അവസാനിപ്പിക്കുക എളുപ്പമല്ല എന്ന് രണ്ട് വിഭാഗക്കാർക്കും അറിയാം. പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ എന്നുള്ള രാഷ്ട്രം ഇപ്പോൾ നരേന്ദ്രമോദി, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി ഇസ്രായേൽ പോയിരിക്കുകയാണ്. അവിടുത്തെ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യാൻ പോവുകയാണ്. എന്താണ് നരേന്ദ്രമോദി അവിടെ പറയാൻ പോകുന്നതെന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ ഇന്ത്യയെ കൂടി ഇസ്രായേൽ അവരുടെ കൂടെ ചേർക്കാൻ നോക്കുകയാണ്. എന്നാൽ നേരത്തെ മുതൽ ഇന്ത്യയെ പല സമയത്തും പിന്തുണച്ചിട്ടുള്ള രാജ്യമാണ് ഇറാൻ എന്നുള്ളതും നമ്മൾ ചിന്തിക്കേണ്ട വസ്തുതയാണ്.